ഈ അവസരം തന്ന പാസ്റ്ററിനും സൺഡേ സ്കൂൾ അധ്യാപകർക്കും എൻ്റെ പേരിലുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ കർത്തവ്യം കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന ഒരു ബോധവൽക്കരണ ക്ലാസ് എടുക്കുന്നതാണ്. ആദ്യം തന്നെ ഞാൻ രക്ഷിതാക്കളോടാണ് പറഞ്ഞു തുടങ്ങുന്നത്. കുട്ടികൾ എന്ത് കാര്യം പറഞ്ഞാലും കേൾക്കുവാൻ ഒരു മനസ്സ് രക്ഷിതാക്കൾക്ക് ഉണ്ടായിരിക്കണം. കാരണം കുട്ടികളുമായിട്ട് ഒരു സമയം പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് സമയം ഇപ്പോൾ ഇല്ല. കാരണം ഇപ്പം ഒരു കുട്ടിക്ക് ഒരു 6 വയസ്സ് 7 വയസ്സൊക്കെ ആകുമ്പം കുട്ടിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും മനസ്സിലാക്കാനൊക്കെ കഴിയും. അപ്പോൾ തന്നെ കുട്ടികൾ എന്തെങ്കിലും ഒരു പുതിയ വാക്ക് കേട്ടാൽ ഫസ്റ്റ് ആദ്യം വന്ന് ചോദിക്കുന്നത് മാതാപിതാക്കളോടായിരിക്കും. എന്നാൽ മാതാപിതാക്കളോട് ഇങ്ങനെ ഒന്ന് ചോദിക്കുമ്പോഴത്തേക്ക് മാതാപിതാക്കൾ പറയും, മക്കളെ എനിക്ക് സമയമില്ല, കുറച്ച് കഴിഞ്ഞ് വാ, ഞാൻ കുറച്ച് കഴിഞ്ഞ് കേൾക്കാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, ഇതിങ്ങനെ നീട്ടി വയ്ക്കും. അപ്പം കുട്ടി പറയുന്ന കാര്യം മാതാപിതാക്കൾ കേൾക്കുവാൻ ഒരു മനസ്സവിടെ കൊടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ കുട്ടി വളർന്ന ഒരു 15-16 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും എല്ലാം കഴിയും. ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ കുട്ടി ഇപ്പോൾ ഏതെങ്കിലും ഒരു ബന്ധത്തിൽപ്പെട്ടാൽ പോലും ആദ്യം വന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കളോടായിരിക്കും. എന്നാൽ അവർ കൊച്ചിലെ തന്നെ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ ഒരു മനസ്സ് വയ്ക്കാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യും, ഭയം ഉള്ളില്ല. എന്ന് വെച്ചാൽ മാതാപിതാക്കളോട് എങ്ങനെ പറയും, അവരെങ്ങനെ വിചാരിക്കും, ഞാൻ പറയുമ്പോൾ ദേഷ്യപ്പെടുമോ, എങ്ങനെ ഞാൻ ഈ ഒരു കാര്യം അവരടുത്ത് പറയും എന്നൊക്കെ വിചാരിച്ച് എന്ത് ചെയ്യും, കുട്ടികൾ മാതാപിതാക്കളോട് പറയാതെ ഈ കാര്യം തൻ്റെ കൂട്ടുകാരോടായിരിക്കും പറയുന്നത്. കൂട്ടുകാർ ചിലവർ സമ്മതിക്കുന്നവരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ പറയുന്ന ഈ മാതാപിതാക്കളോട് പറ, അവരെന്ത് പറയുന്നു, അവരുടെ ഒരു കാര്യം കൂടി നോക്കിയിട്ട് വേണം നീ പോവുക എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. എന്നാൽ ഈ കുട്ടികൾ കൊച്ചിലെ പറയുന്ന കാര്യങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ എന്ത് ചെയ്യും, കുട്ടികൾക്കൊരു ധൈര്യം, മാതാപിതാക്കൾ എന്തോ പറയുന്നത് അവരോട് പറഞ്ഞതിന് ശേഷം എൻ്റെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കുട്ടികൾ വിചാരിക്കും. എന്നാൽ എന്ത് ചെയ്യുന്നില്ല, മാതാപിതാക്കൾ കുട്ടികളുമായി സമയം പങ്കുവയ്ക്കാൻ അവർക്ക് സമയമില്ല. ഇപ്പം ഉദാഹരണമായിട്ട് എൻ്റെ ക്ലാസ്സിൽ ഞാൻ +1 +2 പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് നടന്ന ഒരു അനുഭവം തന്നെ ഞാൻ പറയാം. അപ്പോൾ ആ കുട്ടിക്ക് തൻ്റെ മാതാപിതാക്കളുമായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. കാരണം അവർ എന്ത് പറയാൻ പോയാലും മക്കളെ സമയമില്ല എന്ന് പറഞ്ഞ് ആ കുട്ടി എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കുവാൻ സമയം കൊടുക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ കുട്ടിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടു. അപ്പം കുട്ടി ആ ബന്ധമായിട്ട് എന്ന് വെച്ചാൽ മാതാപിതാക്കളെ കാട്ടിലും കൂടുതൽ സ്നേഹം എന്ത് ചെയ്യുന്നു, ആ കുട്ടിക്ക് ആ ഒരു ബന്ധത്തിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ കുട്ടി മാതാപിതാക്കളോട് കാര്യം പറയാതെ എന്ത് ചെയ്യുന്നു, ആ ബന്ധത്തിലുള്ള കുട്ടിയോട് എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നു. അപ്പം കൂടുതലായിട്ട് സ്നേഹം എന്ത് ചെയ്യുന്നു, ആ ഒരു ബന്ധത്തിലൂടെ കിട്ടുന്നത് കൊണ്ട് തന്നെ കുട്ടി എന്ത് ചെയ്യുന്നു, അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ സാഹചര്യം കൊണ്ട് ഒരു ദിവസം വീട്ടിൽ ഇത് അറിഞ്ഞപ്പോൾ ഈ പേരൻസ് എന്ത് ചെയ്തു, കുട്ടിയെ ഒരുപാട് ശകാരിച്ചു, ഒരുപാട് ഉപദ്രവിച്ചു, ഒരുപാട് കുട്ടിയെ വഴക്കൊക്കെ പറഞ്ഞു. അപ്പം കുട്ടി എന്ത് ചെയ്തു, നിങ്ങളെ കാട്ടി സ്നേഹം എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞ് കുട്ടി എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങിപ്പോയി.